എല്ലടോ കുറെ ദിവസമായിട്ട് നമ്മളെ ശശികല മേഡത്തിനെ കാണാനില്ലാതിരിക്കും. ഇപ്പോഴാണ് കണ്ടു കിട്ടിയത് കേട്ടോ. എവിടെയായിരുന്നു 3-4 ദിവസം? കാണാതായപ്പോൾ സന്തോഷിച്ചു. ആരെങ്കിലും തല്ലിക്കൊന്ന് കാണുമെന്ന് കരുതി. ക്രിസ്ത്യൻസിന് നേരെയുള്ള ചാട്ടം, മുസ്ലിങ്ങളുടെ നേരെയുള്ള ചാട്ടം, അതിനുശേഷം വേടന്റെ നേരെയുള്ള ചാട്ടം. ഇപ്പൊ ഇതാ നന്ദഗോവിന്ദം ഭജൻസിനെതിരെയാണ് ചാട്ടം. അതായത് ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ചിക്കൻ മസാല നല്ലതാണ്, പക്ഷെ പായസത്തിൽ ഇടരുത് എന്നുള്ളത്. പുതിയ ആളുകളാണ് ഇവിടെ ഉള്ളത്. ആരും ചെയ്യില്ലല്ലോ ചേച്ചി. പക്ഷെ തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൻ. തൊട്ടടുത്താണ് നമ്മുടെ ഇവിടുത്തെ ചർച്ച, നമ്മുടെ പള്ളി വളരെ ക്ലോസ് ആണ്. കാണുമ്പോൾ അവർ പറഞ്ഞു എന്ത് സൗകര്യം വേണം, വേണമെങ്കിൽ പ്രോഗ്രാം ഇവിടെ വേണം ചെയ്തോളൂ. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു ഗുണം ഭയങ്കര ഹാർമണിയാണ്. ഓഹോ, അപ്പൊ ഇതിവിടെ ഏൽക്കൂല. ഇതിന്റെ 3ാമത്തെ അനുഭവമാണ്. ഇന്നും കിട്ടിയില്ലേ? ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. LKG ഒക്കെ പഠിച്ചത് നമ്മുടെ ഇവിടുത്തെ പള്ളി സ്കൂളിലാണ്, നമ്മുടെ ഹോൾ ഫാമിലി സ്കൂളിലാണ്. നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയാം. നമ്മുടെ കുറെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ ഈ ബസ്സിൽ നടക്കുമ്പോൾ ഇത്രയും തിരക്ക് വരുന്ന അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാവരും കിട്ടുന്നത് അവിടുത്തെ പള്ളി ഗ്രൗണ്ടിലാണ്. ശങ്കരമംഗലത്തെ രേവതിയമ്മ എന്തൊക്കെയാ കാണിക്കാൻ പോകുന്നു കണ്ടോളൂ. ഓഹോ, കണ്ടോട് തന്നെ ഇരിക്കണം. പക്ഷേ ഇത് എവിടെ വെച്ചെത്തും എന്നാണ് നിശ്ചയില്ലാത്തത്. വിളക്കെന്നുള്ള നമുക്ക് അടുത്ത ദിവസം ഉണ്ട് ദേശവിളക്ക്. ഇപ്പൊ ദേശവിളക്കിന് അവിടെ നടക്കുന്ന സമയത്ത് ദേശം മുഴുവൻ വിളക്കുകളാണ്. ആ സമയത്ത് ഇവിടെ പള്ളിയിലും വിളക്കുകൾ എത്തിക്കാറുണ്ട്. അപ്പോ അങ്ങനെ പോകുന്നൊരു നാടാണ്. അപ്പൊ എന്റെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നം പോലെയൊക്കെ പല സ്ഥലങ്ങളിലെ കമന്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരാണ് ഞങ്ങൾ. എപ്പോഴും സിസ്റ്റമാറ്റിക് ആയിരിക്കണം എന്ന് വെച്ചാൽ എന്താ? ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഈ തള്ളയുടെ ധിക്കാരം അവസാനിപ്പിക്കാതെ നമുക്ക് ഇവിടെ സ്വൈരായി ജീവിക്കാൻ പറ്റില്ല. ഈ വിഷകല ഇനി എന്നോ ഏതോ കാലഘട്ടം മുതൽ ഈ ക്രിസ്ത്യൻസിനെതിരെയാണെന്നുള്ളതാണ്, കാലങ്ങളായിട്ട്. അതുകൂടാതെ മുസ്ലിങ്ങൾക്കെതിരെയാണെന്നുള്ളതാണ്. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. എന്റെ മോന്തയ്ക്ക് നോക്കിയിട്ട് ചോദിക്കാൻ പറ്റിയ ഒരേ ഒരു കാര്യമുള്ളൂ, നരകത്തിലേക്ക് ഇവിടുന്ന് ലെഫ്റ്റോ റൈറ്റോ അതോ നേരെ പോണെന്ന്. എവിടുന്നാണ് ഇതൊക്കെ പൊട്ടിമുളച്ച് വരുന്നത് അല്ലെ? പിന്നെ മറ്റൊരു കാര്യം, ഈ ഇന്ത്യയിലെ ഈ കേരളത്തിലെ എല്ലാ ഹിന്ദുക്കളുടെയും അട്ടിപ്പേർ അവകാശം ഒന്നും RSSകാരും BJPക്കാരും വന്ന് ഏറ്റെടുക്കണ്ട കേട്ടാ. ഒന്ന് പോവാടാ, പോയി തരത്തി പോയി കളിക്കടാ. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ കാര്യം നോക്കാം. പിന്നെ എല്ലാത്തിനെയും രാഷ്ട്രീയവൽക്കരിക്കുന്ന BJPയുടെ ആ ഒരു കുതന്ത്രം ഉണ്ടല്ലോ, അതും ഇവിടെ വില പോവില്ല. നിലപാട് എന്താന്നുള്ളത് ജനങ്ങളെ അറിയിക്കണം. പാർട്ടി ആർക്കൊപ്പമാണ്, ജനങ്ങൾക്കൊപ്പമാണെന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം. അത് അവരെ ഉപദ്രവിച്ചുകൊണ്ടായാലും വേണ്ടിയില്ല. 2014 മുന്നേ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, എല്ലാവരും ഒരുപോലെയായിരുന്നു. പെറ്റക്കട് കയറി വന്നപ്പോഴാണ്. നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആരുടെ 16 അടിയന്തരത്തിനാടാ നീ വന്നത്? വിഷകല മാത്രം അത് ഏത് രീതിയിലാണ് ആസ്വദിച്ചത് എന്ന് കേൾക്കണം, കേൾപ്പിക്കാം. നമ്മുടെ മക്കൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ശരികേടുണ്ടെങ്കിൽ നമ്മൾ അത് തുറന്നു പറയും, തിരുത്താൻ ശ്രമിക്കും. അത് അവരെ തളർത്താനല്ല, തകർക്കാനല്ല, അവർ ശരികളുമായി മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയാണ്. കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? പൊന്നു ചാച്ചി, നിങ്ങൾ മക്കളായിട്ടൊന്നും അവരെ കാണണ്ട. വിഷം അവിടെ ചൊരിയാൻ നിൽക്കണ്ട, അവർ മനുഷ്യന്മാരാ. അതുകൊണ്ടാ ചേച്ചിയെ. നിങ്ങൾ കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഒരു തെറ്റിദ്ധാരണയില്ല. കണ്ടപ്പോൾ മുതൽ നമ്മൾ തമ്മിൽ നല്ല ധാരണയാണ്. നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ടാക്കിയതാ. പാപികളെ എന്ന അഭിസംബോധനയോടെ അമ്പലപ്പറമ്പിൽ സുവിശേഷം പറയുന്ന നാളുകൾ ഉണ്ടായിരുന്നു. ആ പാപികൾ സംഘികൾ മാത്രമായിരുന്നില്ല, എല്ലാ ഹിന്ദുക്കളും അതിൽ പെട്ടിരുന്നു. അവർ നരകം വിധിച്ചിരുന്നതും എല്ലാ ഹിന്ദുക്കൾക്കും കൂടിയായിരുന്നു. ആരാത് പറഞ്ഞേ? എടോ, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് നമുക്കോട്ട് ഊഹിക്കാൻ പാടില്ലേ? ശരി, ഞങ്ങൾ വിശ്വസിച്ച് ഒന്നേ പറയുന്നുള്ളൂ എന്റെ പൊന്നു ചാച്ചി, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് പോക്കോളൂ. എന്തിനാ മറ്റുള്ള ആളുകളുടെ കാര്യത്തിൽ ഇടപെടുന്നത് എനിക്ക് ചോദിക്കാനുള്ളത്. ശരിയല്ലേ? ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? തെറ്റ് ശരിയെന്ന് വെച്ചാൽ നിങ്ങളാരാ? ഭഗവാൻ കാലുമാറുന്നു, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് നാടകങ്ങൾ വിശ്വാസിയുടെ പോക്കറ്റ് കാലിയാക്കിയിരുന്ന നാളുകൾ, അതിനെയൊക്കെ അതിജീവിച്ചാണ് നാം ഇന്നത്തെ അവസ്ഥയിലെത്തിയത്. ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് എത്തിയിട്ടുള്ളത്. സംഘികൾ പിന്നെ ഷൂ നക്കിയിട്ട് എത്തിയതാണല്ലോ. അപ്പൊ പാട്ടുകളൊക്കെ മനോഹരമാണ്. കേൾക്കാൻ പോകുന്ന പാട്ടുകൾ അതിനേക്കാൾ മനോഹരമാകട്ടെ. നമ്മുടെ മക്കളല്ലേ, നമ്മുടെ വികാരം മനസ്സിലാക്കി ശരികേടുകൾ ശരിയാക്കി നമ്മുടെ പിന്തുണയോടെ തന്നെ അവർ ഉയരങ്ങളിലെത്തട്ടെ. നിന്റെ ഒന്നും പിന്തുണ എന്റെ പൊന്നു ചാച്ചി വേണ്ട. നിങ്ങൾ എവിടെയെങ്കിലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇവിടെ എന്റെ ആവശ്യമില്ല. വല്ല മുറുക്കം പാമ്പ് റീചാർജ് ചെയ്യാൻ വരും, കുറച്ച് വിഷം പകർന്നു കൊടുക്കുക, അത്രയൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നിങ്ങൾ തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. നിങ്ങൾക്കിപ്പോൾ കണ്ടക സാറ്റർഡേ ആണ്, എന്താ കണ്ടക ശനിയാണെന്ന്. നിങ്ങളുടെ ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ, സ്വഭാവം ഈ കേരള മണ്ണിൽ തന്നെ ഞങ്ങൾക്ക് ആഗ്രഹമില്ല എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങ് ഗുജറാത്തിലേക്ക് UP-യിലേക്ക് വണ്ടി കയറുക, അവിടെ നിങ്ങൾ വാരിക്കോരി അങ്ങ് കൊടു കേട്ടാ. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.